ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മുറിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല പഞ്ഞി പോലത്തെ ഒരു കണ്ടോ, ഒരു സോഫ്റ്റ് കണ്ടോ, നല്ല അരിയൊക്കെ അരച്ച് കപ്പിയൊക്കെ കാച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിന് മുമ്പ് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളെ ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ, ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഞ്ചസാര ഉപയോഗിച്ച് വെള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് അരി അരച്ച് കപ്പിയൊക്കെ കാച്ചി നല്ല ടേസ്റ്റിലൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചെരുവത്തിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഇട്ടേക്കുന്നത്. 2 കപ്പ് പച്ചരി 4 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. 4 മണിക്കൂർ നേരം കേട്ടോ. ഇത് 2 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നത്. ഇത് നല്ലോണം കഴുകിയിട്ടിട്ടേക്കുവാണ്. ഇനി നമുക്ക് അരയ്ക്കാൻ നേരം ഇത് വാരി എടുത്ത് വെച്ചാൽ മതിയെ. ഒന്ന് മൂടി വെക്കാം. അപ്പം ഇത് അരി 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒരു അരിപ്പയിലോട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം ഒന്ന് പോകാൻ വേണ്ടി നമുക്കൊന്ന് അരച്ചെടുക്കണേ. 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാവേ. ഇത് ഞാൻ ആദ്യമേ ഇതിൻ്റെ പകുതി അരി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇടുവാണ് ഇതിലേക്ക്. ഇതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നോക്കണം കേട്ടോ. അത് വെള്ളം കൂടിപ്പോകല്ലേ വട്ടയപ്പത്തിന്. അതുകൊണ്ട് കറക്റ്റ് ഇതിപ്പം പകുതി 3/4 ഭാഗത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം 3/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. 1/4 കപ്പ് അവിടെ മാറ്റി വെക്കുവാണ്. നമുക്ക് നല്ലോണം അരച്ചുകൊണ്ട് വരാം. നല്ലോണം അരച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം കണ്ടോ. നിങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി അരിയും കൂടി ഒഴിക്കാം. ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വന്നത് ഇനി ഒരു 1/4 കപ്പ് കൂടെ ഒഴിക്കണം. അപ്പം മൊത്തം 2 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളമാണ് വെച്ചാണ് ഞാൻ അരച്ചത്. കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറ് നമുക്ക് കഴുകണ്ട, മാറ്റി വെക്കാം. നമുക്ക് തേങ്ങ ഒക്കെ അരയ്ക്കേണ്ടതാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് അരയ്ക്കാവേ. അപ്പം ആദ്യമേ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ള അവലാണ്. വെള്ള അവലെടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ കുതുക്കാൻ വേണ്ടി വെക്കാവേ. അരച്ച് വെച്ചേക്കുന്ന മാവൊന്ന് നമുക്കൊന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരച്ചത്. നമുക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മാവെടുത്ത് നമുക്കൊന്ന് കപ്പി കാച്ചാൻ വേണ്ടി എടുക്കണേ. ആദ്യമേ നമുക്ക് ഇളക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതുപോലെ 3 ടേബിൾ സ്പൂൺ എടുത്ത് 3 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം 3/4 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ച് സ്പൂണും കൂടെ ഒന്ന് കഴുകി ഒഴിക്കും. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കാം. അപ്പം ഇത് ചെറിയ തീയെ വെച്ചിട്ട് വേണം കേട്ടോ. ഫുൾ തീയെ വെക്കല്ലേ, ചെറിയ തീയെ വെച്ച് നമ്മളിതൊന്ന് കപ്പി കാച്ചിയെടുക്കണം. നല്ലോണം വേവിച്ചെടുക്കണം. അപ്പം ചെറിയ തീയെ വെച്ച് കപ്പി കാച്ചിയെടുക്കാം. അപ്പം വേണ്ടതേ കണ്ടോ, ചെറിയ തീയെ തന്നെ വെച്ച് വേണം നമ്മളിത്. ഇത്രയും മതി, ഇത്രയും ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് കേട്ടോ. അപ്പം ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം. ഇത് നല്ലോണം ഒന്ന് ആറണം കേട്ടോ. ആറിയ ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ നിന്ന് തേങ്ങയുടെ കൂടി ഇട്ട് അരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിത് നല്ലോണം ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് മതി കണ്ടോ. ഈ ഇത്തിരി അങ്ങ് കട്ടിയായിട്ട് പോകല്ലേ, ഇത്രയും മതി. ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. നല്ലോണം കപ്പി കാച്ചിയത് ആറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇടാവേ. നല്ലോണം ആറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ കണ്ടോ. 2 കപ്പിന് 1 കപ്പ് തേങ്ങ. വട്ടയപ്പത്തിന് തേങ്ങ നല്ലോണം ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവല് വെള്ളമെല്ലാം കളഞ്ഞ് നല്ലോണം കുതിർന്നിരിക്കുന്നതാണ് 4 ടേബിൾ സ്പൂണ്. ഇനി 1/2 ടേബിൾ സ്പൂണ് ഈസ്റ്റ് കൂടി ഇടാവേ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് കണ്ടോ. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക്. 1 കപ്പ് ഒത്തിരി അധികമല്ല. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന വട്ടയപ്പത്തിൻ്റെ മധുരമില്ല, അതേ മധുരമുള്ളൂ കേട്ടോ. കൂടുതലൊന്നുമല്ല കേട്ടോ. 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ഇതിപ്പം വെള്ള അവൽ ചേർക്കണതാണ് നല്ല വെള്ള വട്ടയപ്പമായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ അവലില്ലെങ്കിൽ ആ വെള്ള ചോറുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇങ്ങനെ കുറച്ച് വെള്ളം ഉപയോഗിക്കും. കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരച്ചുകൊണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ഒഴിച്ച ശേഷം നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ഇടാവേ.
നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന വട്ടയപ്പത്തിന് നമ്മൾ ഏലക്ക ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. അല്ല ഇത് കണ്ടോ, ഈ പരുവാണ് വേണ്ടത് കണ്ടോ. ഇളക്കുമ്പോൾ ഇതുപോലെ നമുക്കിനി ഒരു ശകലവും, ഒത്തിരി വേണ്ട, പഞ്ചസാര നമ്മൾ മധുരം ഇട്ടാണല്ലോ, അപ്പോൾ സ്വല്പം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഒരു ഉപ്പ് ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം ഇളക്കിക്കതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം പഞ്ഞി പോലെ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഏത് മാവിനും, നമ്മൾ ദോശയ്ക്കാണേലും പാലപ്പത്തിനാണേലും ഏതിനാണേലും മാവ് ഇളക്കുന്നതനുസരിച്ചാണ് നമുക്ക് നല്ല ഇത് കിട്ടുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. സ്വല്പം നേരം, ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതിങ്ങനെ ഒന്ന് നല്ലോണം തവി കൊണ്ടൊന്ന് ഇളക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് മൂടി വെക്കാവേ. ഞാൻ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മണിക്കൂർ കഴിയുമ്പോൾ, ഇത് ഓരോരുത്തരുടെ ഇത് തണുപ്പും ചൂടിൻ്റെ ഒക്കെ അനുസരിച്ചാണ് കേട്ടോ. ചൂട് കാലാവസ്ഥയാണ്, പെട്ടെന്ന് പൊങ്ങും. തണുപ്പാണ്, ഇച്ചിരി താമസിക്കും. നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ വട്ട നല്ലോണം പൊങ്ങി വരും. അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. കണ്ടോ, 2 മണിക്കൂർ എടുത്തില്ല, ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ പൊങ്ങി. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല തൂവെള്ള വട്ടയപ്പം, നല്ല നിറവുമല്ലേ. നമ്മൾ വെള്ള അവലൊക്കെ അരച്ചേക്കുന്നത് നല്ല രീതിയിൽ പൊങ്ങിയും വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ. നമ്മൾ ഉപ്പൊക്കെ ഇട്ടേക്കുന്നതാണ്. പയ്യെ, ഒത്തിരി ഇളക്കാതെ പയ്യെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ സമയം നമ്മൾ ഇത് ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെമ്പിനകത്ത് വെള്ളം വെച്ച് വെക്കണം. വെള്ളം നല്ല വെട്ടി തിളച്ച ശേഷമാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടാകുന്നുണ്ട്. സമയം നമുക്ക് ഇതൊന്ന് പയ്യെ ഇളക്കാം. ഒത്തിരി ഇട്ട് ശക്തിക്കിട്ട് കുഴക്കില്ല കേട്ടോ. നമ്മൾ ഈ പൊങ്ങി വന്നേക്കുന്ന അതെല്ലാം കൂടെ താന്നു പോകും. ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ എടുത്താൽ. ഞാൻ ഒത്തിരി കട്ടിക്കില്ല, കനം കുറച്ചാണ് ഞാൻ ഉണ്ടാകുന്നത്. കനം കുറച്ച വട്ടയം, ഇത് ഇച്ചിരി നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. കനം കുറച്ച വട്ടയപ്പമാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒത്തിരി നമ്മളങ്ങ് കട്ടിക്കങ്ങ് ഉണ്ടാക്കുന്നതിൽ നല്ലത് കുറച്ച് കനം കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ഇത് ഇച്ചിരി നെയ്യൊക്കെ എണ്ണയോ തൂക്കണം. ഇതിലില്ല സ്റ്റീൽ പാത്രമാണെങ്കിലും തൂക്കിട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാനിത് ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിനി ഇതൊന്ന് ആവിയിലോട്ട് വെക്കാവേ. ബാക്കി മൂടി വെക്കാം. ഞാൻ വെച്ചിട്ടുണ്ട്. ചെമ്പിനത് വെള്ളം നല്ലോണം ചൂടായാണ് സമയം ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 10-15 മിനിറ്റിനകം ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ കനം കുറച്ച് വെച്ചേക്കുന്നതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഫുൾ തീ വെച്ച് നമ്മൾ വേവിച്ചെടുക്കാം. വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ്, നല്ല തൂവെള്ള വട്ടയപ്പം നോക്കി നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇതൊന്ന് ഇന്നൊന്ന് കുത്തി നോക്കാവേ. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതെടുത്തിട്ട് നമുക്ക് അടുത്തത് വെക്കാം. ആറിയിട്ടുണ്ട്. നമുക്ക് സൈഡൊന്നിങ്ങനെ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് താഴോട്ടിടാം. നല്ല പഞ്ഞി പോലെ ഉണ്ടോ നോക്കി. നമുക്കിനി അടുത്തതും കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാത്രത്തെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പഞ്ഞിക്കട്ടി പോലെ ആയിരിക്കുന്നത്. നമുക്ക് അടുത്തതുകൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം ചെറുതാണ് കണ്ടോ, ചെറിയ പ്ലേറ്റിനകത്ത് ഉണ്ടാക്കിയതാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലത്തെ അപ്പം ഉണ്ടോ. നമ്മൾ എടുത്ത വഴി ഇങ്ങനെ ഇതായതാണ്, തവി കൊണ്ട് കീറിയതാണ്. നല്ല ഇങ്ങോട്ട് നോക്കി, നമ്മൾ എടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് എടുക്കണം. ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.